ഭൗതിക സുഖങ്ങളെല്ലാം ഇന്ന് സ്വന്തമാക്കാൻ താങ്കളുടെ കയ്യിൽ കാശുണ്ട്. പക്ഷേ സമാധാനം, സന്തോഷം അത് കാശ് കൊടുത്ത ചന്തയിൽ കിട്ടൂല. ഇല്ല. പക്ഷേ ആൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ബക്കറ്റ് ലിസ്റ്റ് എല്ലാവർക്കും ഉണ്ടാവുന്നുണ്ട്. ആളുടെ ഒരു ഡ്രം ലിസ്റ്റ് തന്നെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. ഇന്നലെ വെള്ളിയാഴ്ച ദിവസമായിരുന്നു. സാധാരണ പോലെ എല്ലാ വെള്ളിയാഴ്ച ഉണ്ടാവുന്ന പോലെ ഉച്ചവരെ ഉറങ്ങി. അതിനുശേഷം ജുമ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഫുഡൊക്കെ കഴിച്ച് ജസ്റ്റ് ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴാണ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള പോലുള്ള ആ ഒരു ന്യൂസ് ഞാനും അറിഞ്ഞിട്ടുള്ളത്. CJ റോയ്, പ്രത്യേകിച്ച് പറഞ്ഞിടേണ്ട ആവശ്യമൊന്നുമില്ല. മലയാളികൾക്ക് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ലാത്ത ഒരാളാണ് CJ റോയും അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പും. ഏകദേശം 2006 മുതൽ തന്നെ നമ്മൾ പല റിയാലിറ്റി ഷോകളിലൂടെയും അതേപോലെ അങ്ങനെ സിനിമാ രംഗത്തൊക്കെ ആയിട്ട് അറിയുന്ന അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ പരിചയമുള്ള ഒരു പേരാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്. അതിലൂടെ തന്നെ CJ റോയിന് റീസെൻ്റ്ലി ആൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ വളരെ ആക്റ്റീവായിരുന്നു. കുറേ ഗിവ് അവേസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെയാണ് കൂടുതലും അറിയാത്ത ആളുകളിലേക്കും കൂടെ അദ്ദേഹം കൂടുതൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് അറിഞ്ഞിട്ടുള്ള ആ ഒരു ന്യൂസ് എന്താ പറയുക, ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു ആ ഒരു സംഭവം. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അത്രയും ഒരിക്കലും വിചാരിക്കുന്നില്ല അങ്ങനെ ഒരാൾ സൂയിസൈഡ് ചെയ്യും എന്നുള്ളത്. ആക്ച്വലി കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരു 3 മാസത്തിനടുത്തായിട്ട് ഇൻകം ടാക്സ് റെയ്ഡും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് എല്ലാവരും അറിയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള ഒരുപാട് ആളുകളുടെ ഇന്ത്യയിൽ ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു 3 ദിവസമായിട്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്, ന്യൂസിലൂടെ അറിഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ ഒരു കാര്യങ്ങളും 3 ദിവസമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഒരു മാസം മുമ്പേ, ഏകദേശം ഒരു കുറച്ച് ദിവസം മുമ്പേ ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ട് നമ്മുടെ എഡിറ്റോറിയൽ പേജിൽ. അരുൺ രാഘവൻ എല്ലാവർക്കും അറിയായിരിക്കും, ഇപ്പോൾ ദുബായിലാണ്, ദുബായ് ബേസ്ഡായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആളെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഈ CJ റോയിയായിട്ട്. അപ്പോൾ അതിൽ ഞാൻ ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്തുള്ള ഇൻ്റർവ്യൂ കേട്ടോ. അത് ഞാൻ ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ ബിസിനസ്സുകാരെന്തായാലും അത് കാണാത്ത ആളുകൾ ജസ്റ്റ് ഒന്ന് കണ്ടോളൂ കേട്ടോ. എഡിറ്റോറിയൽ യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ ആ ഫുൾ ഇൻ്റർവ്യൂ അവൈലബിൾ ആണ്, ജസ്റ്റ് ഒന്ന് കണ്ടോളൂ. അപ്പോൾ അതിൽ അദ്ദേഹത്തിനോട് ഈ അരുൺ രാഘവൻ ചോദിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വളർച്ച എങ്ങനെയായിരുന്നു, കാറുകളെക്കുറിച്ച്, ബിസിനസ്സിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എങ്ങനെയാണെന്നുള്ളത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അരുൺ രാഘവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന് പൈസൻ്റെ ഒരു കുറവുമില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. പക്ഷേ സമാധാനം അല്ലെങ്കിൽ അതെല്ലാവർക്കും ഇല്ലെങ്കിൽ എത്ര പൈസ ഉണ്ടായിട്ടും ഒന്നും ഒരു കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ ഒരു ഇൻ്റർവ്യൂവിലെ 1-2 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണാം നമുക്ക് എന്താണെന്നുള്ളത്. ബിസിനസ് പാർട്ട് ടൈം അല്ല. യു ഷുഡ് ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് സ്ലീപ്പ് യുവർ ബിസിനസ്. എന്നുവെച്ചാൽ ദാറ്റ് ഷുഡ് ബിക്കം പാർട്ട് ഓഫ് യുവർ ലൈഫ്. ഇറ്റ് ഷുഡ് ബി യു. നിങ്ങൾ അതും ടോട്ടലി ഡിപ്പെൻഡ് ആവണം. യു ഷുഡ് ബി ടോട്ടലി റെഡി ടു ഡെഡിക്കേറ്റ് യുവർ സെൽഫ്. യെസ്, അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ കറക്റ്റാണ്. ബിസിനസ് ഒരു പാർട്ട് ടൈം ആയിട്ട് കാണേണ്ട കാര്യമല്ല, അത് ഫുൾ ടൈം ആയിട്ട് നമ്മൾ ഊണിലും ഉറക്കത്തിലും ഒക്കെ കൊണ്ട് നടക്കേണ്ട ആളുകൾ. അത് ഓരോ ബിസിനസ്സുകാർക്കും ആ കാര്യങ്ങളൊക്കെ അറിയായിരിക്കും കേട്ടോ. പക്ഷേ എന്നെ സ്ട്രൈക്ക് ചെയ്ത അദ്ദേഹത്തിന് വേറൊരു പോയിന്റ് ഉണ്ട്. ഭൗതിക സുഖങ്ങളെല്ലാം ഇന്ന് സ്വന്തമാക്കാൻ താങ്കളുടെ കയ്യിൽ കാശുണ്ട്. പക്ഷേ സമാധാനം, സന്തോഷം അത് കാശ് കൊടുത്ത ചന്തയിൽ കിട്ടൂല. ഇല്ല. ഈ ബിസിനസ്സുകാർ അതെങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? അത് ഞാൻ പറഞ്ഞേ, നിങ്ങൾക്ക് ഒരു സക്സസ് വന്നിട്ട് നിങ്ങളുടെ തലയിൽ കയറി. നിങ്ങൾ ആദ്യം ചോദിച്ചല്ലോ മുതലാളിയുടെ ഫീലിംഗ് കയറി അവിടെ ഇരുന്നോ, അന്ന് നിങ്ങളുടെ തകർച്ച തുടങ്ങും. നിങ്ങൾ മുതലാളി ഈസ് ഓൺലി ഫോർ ദാറ്റ് സ്മോൾ പാർട്ട് ഓഫ് ടൈം ഇൻ യുവർ ലൈഫ് ആസ് എ ചെയർമാൻ. അത് കഴിഞ്ഞാൽ യു ഷുഡ് ടേക്ക് ഡിഫറെൻറ്റ് റോൾസ് ഇൻ യുവർ ലൈഫ്. അപ്പോൾ what do you say that there'll be not much of a tension. എൻ്റെ ലൈഫിലും ടെൻഷൻ ഇല്ല. I've got a very beautiful family, very beautiful life. ദൈവത്തിനോട് നന്ദിയുള്ളൂ. But the reason is that I play every role differently at different times. ദൈവത്തിനോട് നന്ദിയുള്ളൂ. ഓരോ റോൾസും, അതായത് ഫാമിലി മാൻ ആണെങ്കിൽ അങ്ങനെ, ബിസിനസ്സിലാണെങ്കിൽ അങ്ങനെ, നമ്മൾ ലൈഫിൽ ഓരോ റോളും അതുപോലെ തന്നെ
മീൻസ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളതാണ് വന്നിട്ടുള്ളത്. ഈ ഇൻ്റർവ്യൂവിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു ഭാഗം എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു ഭാഗം എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും നമ്മളെ ആഗ്രഹങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ബക്കറ്റ് ലിസ്റ്റിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. പക്ഷേ ആൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ബക്കറ്റ് ലിസ്റ്റ് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. ആളുടെ ഒരു ഡ്രം ലിസ്റ്റ് തന്നെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ട്. ആ പാട്ടൊന്ന് നിങ്ങൾ കണ്ടോ. ഇപ്പം നാളെ ഞാൻ പ്ലെയിനിൽ ഫ്ലൈ ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ ടച്ച്വുഡ്, ദ ക്യാപ്റ്റൻ സേസ് ദാറ്റ് ഈ പ്ലെയിൻ ക്രാഷ് ആവുന്നു, ഞാൻ കരയില്ല, ഐ വിൽ നോട്ട് ഡു എനിത്തിങ്, ഞാൻ തപ്പാങ്കുച്ച് കളിക്കും, ഐ വിൽ ബി വെരി ഹാപ്പി. സോ ഐ സേ ദാറ്റ് നമ്മളെല്ലാം ഈ ബക്കറ്റ് ലിസ്റ്റ് കേട്ടിട്ടുണ്ടോ? അതെ. യുവർ വിഷസ്. എൻ്റെ അങ്ങനെ ഡ്രം എന്താണ് ഇനി ബക്കറ്റ് ലിസ്റ്റിലുള്ളത്? ലിസ്റ്റ് വരെ കഴിഞ്ഞു, ഒന്നുമില്ല. കണ്ടോ, അനുരാഗൻ ചോദിക്കുകയാണ് എന്താണ് ബക്കറ്റ് ലിസ്റ്റിലുള്ളതെന്ന് ചോദിച്ച് തീരുന്നതിൻ്റെ മുമ്പ് തന്നെ ഡ്രം ലിസ്റ്റ് തന്നെ കഴിഞ്ഞെന്നുള്ളതാണ് സി ജെ റോയ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് എന്ത് സംഭവിച്ചു, എന്ത് പറ്റി, അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള മൂവും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. എന്താണ് എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല, ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. ഇനിയിപ്പം ഓരോ കാര്യങ്ങളായിട്ട് ഇനി പുറത്ത് വരണം, എന്താണ് സംഭവിച്ചത്, എന്താണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്നെ വല്ലാതെ സ്ട്രൈക്ക്, അന്നേ അത് എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു സംഭവമാണത്. കാരണം ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ ഭാഗം അത് വല്ലാത്തൊരു ഒരു ഇതായിപ്പോയി. എനിവേ, for me life is a celebration. Yes. Every day I enjoy my life. ഞാൻ 12 മണി കഴിഞ്ഞ് ഉറങ്ങും, ബിക്കോസ് ഇന്നത്തെ ദിവസം ഇന്നേ കിട്ടും. സോ ഇന്ന് ഞാൻ സെൻഡ് ഓഫ് ചെയ്ത് നാളെ കണ്ട് അത്രയും വെൽ ഓർഗനൈസ് ചെയ്ത് ലൈഫൊക്കെ അത്രയും എന്താ പറയുക വെൽ പ്ലാൻഡായിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിലൊക്കെ ജീവിച്ചു പോകുന്ന ആളുകൾക്ക് എന്താ പറ്റിയെന്നുള്ളത് അറിയില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ പിന്നെ നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയാം. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്നുള്ളൊരു ഗ്രൂപ്പ് മലയാളികൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടാത്ത ഒരു ഗ്രൂപ്പ് തന്നെ ആയിരുന്നു. ഇനി ആ ഒരു കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഭാവി എന്താണ്, അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ ബാക്കി വെച്ചുകൊണ്ടാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്കതറിയാം.